Good morning. Day 3 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആസ് യൂഷ്വൽ ഓടി എണീറ്റ് സമയത്തിന് എണീറ്റിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലുള്ളത് അവിടെ നിന്നാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഫി ഓൾറെഡി വന്നു. ഇതിവിടെ ഭയങ്കര റിവ്യൂ ഉള്ള ഇന്നലെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന എഗ് ലെഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയ ക്യൂട്ട് പ്ലേസ് ആണ്, പക്ഷേ അടിപൊളി ഫുഡാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്പിച്ചിന് വന്നിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഇപ്പോൾ 7:45 സമയം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 7:55 8:45 നമുക്ക് പിക്കപ്പ് ഉണ്ട്. അപ്പോൾ 8:15 8:20 ഒക്കെ ആകുമ്പോഴേക്ക് പോയിട്ട് നമുക്ക് ഇന്നൊരു ട്രിപ്പുണ്ട്, ഒരു ഡേ ട്രിപ്പുണ്ട്. ഡേ ട്രിപ്പല്ല, ഒരു ചെറിയ 3 hours ട്രിപ്പുണ്ട്. അതെല്ലാം കാണിക്കാം. അവന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ്. That's right. We just leave now, another 10 minutes, right? ഞങ്ങളിവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ടൊരു ടൂർ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി ഇങ്ങനെ ടൂർ എടുത്ത് പോയിട്ടില്ല. അവർ ആ വിൻവിലിൻ്റെ ബോർഡും കൊണ്ട് പോകുന്നുണ്ട്, നമ്മൾ റിലീജിയസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. Come on baby, let's go on the bullet. അപ്പുറത്തെ സൈഡ് ഫുൾ കനാൽസ് ആണ്. ഇതാണ് പ്രോപ്പർ വാട്ടർ ഫ്രണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു മോഡേണൈസ് ബിൽഡിങ്ങിൻ്റെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ജേർണി സ്റ്റാർട്ടായിട്ട് കഴിഞ്ഞ് നമ്മുടെ ഗൈഡ് ഓഡിയോ ഗൈഡൻസ് ഉണ്ട് പുള്ളിക്കാരൻ. അത് ഇംഗ്ലീഷിലുള്ള നമ്മളെന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം സ്പാനിഷ് അസോസിയേഷൻ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംസ്റ്റർഡാം പോസ്റ്റ് കാർഡ്സിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിൻഡ്മിൽസ്, ആ വിൻഡ്മിൽസ് കാണാനുള്ള ജേർണിയിലാണ് നമ്മൾ. ആംസ്റ്റർഡാം സിറ്റിയിൽ നിന്ന് 40 minutes ദൂരെയുള്ള ട്രഡീഷണൽ ഡച്ച് വില്ലേജ് സാൻസെ സ്കാൻസ്. നമ്മളെത്തി ഇവിടെ. സാൻസെ സ്കാൻസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അത് ഇവിടുത്തെ ഡച്ച് കൺട്രി സൈഡാണ്. ഇവിടെ വിൻഡ് മിൽസ് ഉള്ളൊരു ഏരിയ ആണ്. അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതൊരു വില്ലേജ് പോലെ തന്നെ ചെറിയ ചെറിയ ബ്രിഡ്ജസ് ഉണ്ട്, കനാൽസിൻ്റെ ചെറിയ കനാൽസ് ഉണ്ട്, കുറേ വിൻഡ് മിൽസ് ഉണ്ട്. ഇവിടെ ഡച്ച് സ്റ്റൈൽ ആർക്കിടെക്ചറുള്ള ചെറിയ ചെറിയ വീട് പോലെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. പക്ഷെ എന്ത് രസമാണെന്ന് അറിയാം, കൺട്രി സൈഡാണ്, നല്ല ഭംഗിയുണ്ട്. സെൻട്രലിൽ നിന്ന് കൺട്രിയിലേക്ക് പോയപ്പോൾ തന്നെ അതിന് മൊത്തം ഒരു കളർ ടോണിന് മാറി. ബ്രൗൺ എല്ലാം മാറിയിട്ട് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്കിഷ് കളർ. ചെറിയൊരു ഫാം ഹൗസിൻ്റെ ഒക്കെ ബാക്ക് യാർഡിൽ കൂടെ പോയിട്ട് അത് ചെറിയ ഫെൻസിങ് ഉണ്ട്. അങ്ങനെ അവരുടെ ഒരു വീട്ടിലേക്ക് പോകുന്ന ഫീലാണ്. അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ എവിടെയാണ് അവർ കയറിപ്പോയത്? ഇവിടെ അല്ലേ? നടന്ന് നമ്മളിങ്ങനെ വേറെ പൂക്കളൊക്കെ ഉള്ള ഒരു സ്ഥലം റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പൊക്കെ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയിട്ടില്ല. നമ്മളിത് കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. അവരെന്താ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അതിന് പോവാണ്. Okay. Yeah, you can go inside. Thank you. Okay, everyone. Welcome to the Zucker, the Searcher. This is a miller, like original windmill from 1607. 1607, it's still working exactly the same way. In 1672, that was transformed in the grinding windmill. And we have Ruth right here that has been working on this for 31 years. 31 years, damn.
നമ്മൾ വിൻമില്ലിൻ്റെ ബേസിലാണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരു അപ്പം പറഞ്ഞു തന്നിരുന്നു. ആ അപ്പനാണെങ്കിൽ 31 ഇയേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഈ സെയിം സംഭവം. എന്നിട്ട് പറഞ്ഞതിൻ്റെ ഉള്ളിലൊരു സ്റ്റീപ്പായിട്ടുള്ള മരം കൊണ്ടുള്ള ഒരു കോണിയുണ്ട്. ഈ കോണി വഴി കയറി നമുക്ക് വിൻമില്ലിൻ്റെ അവിടേക്ക് പോകാം. അപ്പോൾ നമ്മൾ വന്ന ഗ്രൂപ്പ് എല്ലാവരും കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നോക്കുമ്പോൾ കാണാം വളരെ നാരോ ആയിട്ട് സ്റ്റീപ്പായിട്ടുള്ള പഴയ ഒരു ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറാം കേട്ടോ. അങ്ങനെ വിൻമില്ലിൻ്റെ മുകളിൽ കയറി ആ സ്റ്റീപ്പായിട്ടുള്ള കോണി വഴി കയറി കഴിഞ്ഞിട്ട് ചുറ്റും ഇങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കാനും നല്ലതാണ്. ഇത് കറക്റ്റ് ഒരു വിൻഡല്ല, ആ വിൻമില്ലിൻ്റെ അതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. കുറച്ച് താഴെ നമുക്ക് കുറച്ച് പേടിയാവും, കാരണം പഴയ കാലത്തെ 1601 എങ്ങാണ്ടുള്ള സംഭവം എന്നാണ് പറഞ്ഞത്. ഇതിന് ഉറപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ ഈ വില്ലേജിൽ സാൻസ് സ്കാൻസ് എന്ന് പറഞ്ഞ ഈ വില്ലേജിൽ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ പൂക്കളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ട പോലത്തതിൻ്റെ വേറൊരു ടൈപ്പ് സംഭവം. അപ്പോൾ പല ഗ്രൂപ്പ് ടൂർസാണ് ഇവിടെ വന്നിട്ടുള്ള. എല്ലാ ആൾക്കാരും ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ കൂടെ വന്നുകൊണ്ട് നമുക്ക് കുറച്ച് സമയമുള്ളൂ. ലൈക്ക് ഒരു ഇത്ര സമയത്ത് എത്തുന്നുണ്ട്, 20 മിനിറ്റ്സ് നമുക്ക് ബസ്സിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം, ഡച്ച് കൺട്രി സൈഡ്, അടിപൊളി. ഈ സ്ഥലം എനിക്ക് കുറേ നേരം കൂടെ ഒന്ന് ചുറ്റി നടന്ന് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു 15 മിനിറ്റ്സ് കൂടെ ഉള്ളൂ ബസ് പുറപ്പെടാനായിട്ട്. അത് അവിടെ ഗൈഡ് പറയുകയും ചെയ്തു, ഇപ്പോൾ 10:25 മുന്നേ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ബസ് പോകുന്നതേ കാണുള്ളൂ, ബാക്കിൽ നിന്ന് കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഹൗസസ്, ഡച്ച് ഹൗസസ് പോലത്തെയാണ് കേട്ടോ. എന്നിട്ട് ഓരോ വിൻഡ്മിൽ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കുറേ ടൂർ ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോയ സ്ഥലം കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ വിൻഡ്മില്ലാണ് കണ്ടതിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷെ എന്തോ അവിടുത്തെ കുറച്ച് ഫ്ലവേഴ്സും ഗാർഡൻസൊക്കെ കണ്ടിട്ട് അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സാൻസെ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ വില്ലേജിൽ ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീർന്നിരിക്കുന്നു, ബസ് പോകേണ്ട സമയമായി. പക്ഷെ ഇതിൽ മൊത്തം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഡച്ച് ടൈപ്പുള്ള ചെറിയ വീട് പോലെ ഉണ്ടാക്കിയിട്ട് അതിലുള്ള വിൻമിൽസ്, ആ വിൻമിൽസൊക്കെ പ്രിസർവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് ആക്ച്വലി ടൂറിസം പർപ്പസിനാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൂ. അങ്ങനെ കുറച്ച് ഭംഗിയുള്ള ഒരു ചെറിയ വില്ലേജ്.